അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം പലപ്പോഴും നമുക്ക് പലർക്കും കണ്ണേറുണ്ടാവുക, സിഹിറുണ്ടാവുക, പൈശാചിക പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് മാനുഷികമായിട്ടുള്ള സാഹചര്യമാണ്. കാരണം നെഗറ്റീവ് എനർജികൾ മനുഷ്യനേക്കാൾ ഇരട്ടിയിലേറെ ഈ ഭൂമുഖത്തുണ്ട്. അപ്പോൾ നമുക്കത് കാണുന്നില്ലെങ്കിലും അവർ നമ്മളെ കാണുകയും നമ്മുടെ ഉപദ്രവങ്ങൾ, അതായത് നമ്മൾ വീട് വെക്കുമ്പോൾ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനൊക്കെ ഉപദ്രവമാകുന്നുണ്ട്. അത് ഉപദ്രവം നമ്മളങ്ങോട്ട് ആക്കിയില്ലെങ്കിലും മനുഷ്യനെ ഉപദ്രവിക്കാൻ ഒരു പ്രത്യേക താല്പര്യമാണ്. അപ്പോൾ നമുക്ക് മാനുഷികമായിട്ടുള്ള കഴിവ് വളരെ കുറവാണ്. എന്നാൽ മനുഷ്യന് മലക്കുകളെക്കാൾ ഉയർന്ന സ്ഥാനമുണ്ട് എന്നുള്ളത് സത്യമാണ്. സൃഷ്ടികൾ വെച്ച് ഏറ്റവും ഉന്നതനായിട്ടുള്ള, ഏറ്റവും സ്ഥാനത്തുള്ള ആളാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ മനുഷ്യന് ഉയർന്നു കഴിഞ്ഞാൽ ജിന്നിനേക്കാളും മലക്കിനേക്കാളും ഉയർച്ചയിൽ എത്തുവാനും ഹിദ്മത്ത് ചെയ്യുന്ന, അതായത് ജിന്നുകളൊക്കെ ഹിദ്മത്ത് ചെയ്യുന്ന, അറിയാലോ നമുക്ക് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു എല്ലാം കീഴടക്കി വലിയ വലിയ ഇഫ്രീത്തുകളും ജിന്നുകളൊക്കെ അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യനായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് സിഹിർ, ഷൈത്താന് അത്തരത്തിലുള്ള പ്രയാസങ്ങൾ വരാതിരിക്കാനും വന്നത് പോവാനും പറ്റിയ ഒരേ ഒരു മാർഗം എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുമായിട്ട് ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. വല്ല നീലത്തീന്നും എന്നെ വിളിപ്പവർക്ക് വായിക്കൂടാവു തീരം നൽകുമെന്നവർ, അത് ഷെയ്ഖ് മൊഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അവരുകളെ കുറിച്ചിട്ടുള്ള മൊഹീദ്ദീൻ മാലയിലെ വാക്യമാണ്. ഷെയ്ഖുമായിട്ട് ബന്ധമുള്ള ആർക്കും അന്ന് നല്ല വഫാത്തിന് ശേഷവും അവരുമായിട്ട് ബന്ധമുള്ളവർക്ക് അവർ ഹാജറാകും, അവർ സഹായിക്കും. അതുപോലെ തന്നെ എല്ലാ ഔലിയാക്കളും മഹാന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ അവർ നമ്മൾ വിളിക്കുമ്പോൾ അവരുമായിട്ട് ബന്ധം വേണം. കാലം ഒരു ഫാത്തിയ മാത്രം, അതായത് ഫാത്തിയ ഓതണ്ടെന്നല്ല, എപ്പോഴും ഒരു ഫാത്തിയ ഓതുവെങ്കിൽ അങ്ങനെയാണല്ലോ. അപ്പോൾ എപ്പോഴും ഒരു ഫാത്തിയ മഹാന്മാർക്ക് ഓതണം. പ്രത്യേകിച്ചിട്ട് നമ്മൾ അടുത്തുള്ള മഹാന്മാരുമായിട്ട്, ഏറ്റവും അടുത്തുള്ള മഹാന്മാർ ഏതാണ്, മഷൂറായിട്ടുള്ള അറിയപ്പെട്ട മഹാന്മാരുണ്ടാവും, അവരായിട്ട് എപ്പോഴും ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അവർക്ക് നിരന്തരം ഫാത്തിയ ഓതുക, ഓതുമ്പോഴൊക്കെ അത് ചെയ്യുക. ഇടക്കിടക്ക്, അത് ആഴ്ചയിലൊരിക്കലെങ്കിലും അവിടെ എത്തുക, ഇല്ലെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും നിർബന്ധമായിട്ട് അവിടെ എത്തുകയും പെട്ടെന്ന് പോയി സിയാറത്ത് ചെയ്ത് ഒരു ഫാത്തിയ യാസീൻ ഓതി വരുന്നതിന് പകരം ഒരു മണിക്കൂറുകളോളം അവിടെ ചിലവഴിക്കുകയും അവരായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും നമ്മുടെ പ്രയാസങ്ങളൊക്കെ പറയുകയും ചെയ്താൽ പലപ്പോഴും നമ്മളെ അവിടെ എത്തുമ്പോഴൊക്കെ തന്നെ കണ്ണേറ്, സീറ് സംബന്ധമായ പ്രശ്നങ്ങൾക്കെല്ലാം ബാത്തിൽ നടക്കുകയും അതല്ലെങ്കിൽ ബാത്തിലാക്കുള്ള വഴി അവരറിയിച്ച് തരികയും ഇനി സിഹിർ മറ്റും ബാധിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് അറിയിച്ചു തരുന്നൊരു സ്വപ്നത്തിലൂടെയോ മറ്റോ അവരുടെ സഹായം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ മഹാന്മാരെ സ്നേഹിച്ചവർ, മഹാന്മാരെ കൈപിടിച്ച ആരും ഒരിക്കലും പരാജയപ്പെടില്ല. അപ്പോൾ സിഹിർ, ശൈത്വാനിയത്ത്, കണ്ണേറി പോലത്തെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരം മഹാന്മാരാണ്. മഹാന്മാരെ മുറുകെ പിടിക്കുക. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ സ്നേഹിക്കുക. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണല്ലോ അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്, അള്ളാഹു അവരെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ അവരുടെ അടുത്തേക്ക് പോകുന്നത്. നമുക്കറിയാലോ, ഖത്മീർ ഒരു നായയാണ്, പക്ഷെ സ്ഥാന സ്വർഗത്തിലാണ്. എന്താണ് ഖത്മീർ ചെയ്തത്? ഇബാദത്ത് ചെയ്തോ? വേറെന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ, ഒരു ജീവിയല്ലേ. അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കളൊരു കൂട്ടം പോയപ്പോൾ പിന്നാലെ പോയി, എത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരെ പിടിച്ചവരാരും പരാജയപ്പെടില്ല. അള്ളാഹു അത്തരത്തിലുള്ള മഹാന്മാരെ സ്നേഹിക്കുന്നവരെ കൂട്ടത്തിൽ നമ്മളെ അള്ളാഹു പെടുത്തുമാറാകട്ടെ എന്ന് മാത്രം ഞാൻ പറയുന്നു. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.